പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി പടരുകയാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സൈനിക സംഘർഷം അതിരൂക്ഷമായി മാറിയിരിക്കുന്നു. ഇറാനിൽ അമേരിക്കൻ സൈന്യം രണ്ടാം ദിവസവും ശക്തമായ വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെ അതിശക്തമായി തിരിച്ചടിക്കുകയാണ് ഇറാനും. ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെയാണ് ഇറാന്റെ തിരിച്ചടി. ബഹ്റൈനിലും കുവൈറ്റിലുമുള്ള അമേരിക്കൻ താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ ആക്രമണം ആരംഭിച്ചതായി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് പ്രതികരിച്ചു. ഗൾഫ് മേഖലയിലെ 18 അമേരിക്കൻ സൈനിക താവളങ്ങളിൽ 2 ഘട്ടങ്ങളിലായി മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയതായാണ് റിപ്പോർട്ട്. അതിനിടെ കപ്പലുകൾക്ക് നേരെയുണ്ടായ അമേരിക്കൻ ആക്രമണത്തോടുള്ള പ്രതികരണമായി ആഗോള എണ്ണക്കടത്തിന്റെ പ്രധാന ഇടനാഴിയായ ഹോർമുസ് ജലപാത ഇറാൻ പൂർണ്ണമായും അടച്ചുപൂട്ടി. ഏപ്രിലിലെ വെടിനിർത്തൽ കരാർ അമേരിക്ക പലതവണ ലംഘിച്ചുവെന്നും IRGC ആരോപിക്കുന്നു. ഹോർമുസ് കടലെടുക്ക് മറിച്ചൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ അടച്ചിട്ടതായും എണ്ണക്കപ്പലുകളും വാണിജ്യ കപ്പലുകളും ഉൾപ്പെടെ ഈ ജലപാതയിലൂടെയുള്ള എല്ലാ ഗതാഗതത്തെയും ഇത് ബാധിക്കുമെന്നും ഇറാൻ പറയുന്നു. ഹോർമുസിലൂടെ കടന്നുപോകാൻ ശ്രമിക്കുന്ന കപ്പലുകൾക്ക് നേരെ വെടിവെക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിലക്ക് ലംഘിച്ച് പാതയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിച്ച 2 വാണിജ്യ കപ്പലുകൾ ഇറാൻ ആക്രമിച്ചതായും സൂചനകളുണ്ട്. ഹോർമുസ് കടലെടുക്ക് അടച്ച വാർത്ത പുറത്തു വന്നതോടെ ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണവില കുതിച്ചുയരുകയാണ്. ബാരലിന് $2 അധികം വർദ്ധിച്ചതായാണ് വിവരം. ഇറാനിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ആശയവിനിമയ ശൃംഖലകൾ, നിരീക്ഷണ കേന്ദ്രങ്ങൾ എന്നിവ തകർത്തുകൊണ്ട് US സെൻട്രൽ കമാൻഡ് ആക്രമണം പൂർത്തിയാക്കിയതായി കഴിഞ്ഞ ദിവസം അമേരിക്ക അറിയിച്ചിരുന്നു. ഏപ്രിൽ മുതൽ നിലനിന്നിരുന്ന താൽക്കാലിക വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടാണ് അമേരിക്ക ഇറാനെ ഇത്തവണ ആക്രമിച്ചത്. ഹോർമുസ് കടലിടുക്കിൽ US സൈന്യത്തിന്റെ അപ്പാച്ചെ ഹെലികോപ്റ്റർ തകർന്നു വീണതിന്റെ പ്രതികാരമായിട്ടായിരുന്നു ഈ ആക്രമണം. ഒമാൻ തീരത്ത് പെട്രോളിംഗ് നടത്തുന്നതിനിടെ ചൊവ്വാഴ്ച പുലർച്ചെയാണ് ഈ ഹെലികോപ്റ്റർ തകർന്നു വീണത്. അതിന് പിന്നാലെ അമേരിക്കൻ വ്യോമസേനയുടെയും നാവികസേനയുടെയും യുദ്ധവിമാനങ്ങൾ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുകയായിരുന്നു. തീരമേഖലകളായ ബന്ദർ അബ്ബാസ്, കിഷം ദ്വീപ്, സിറിക്, ജാസ്ക് എന്നിവിടങ്ങളിൽ ശക്തമായ സ്ഫോടനങ്ങൾ ഉണ്ടായതായി ഇറാൻ മാധ്യമങ്ങൾ അറിയിക്കുകയും ചെയ്തിരുന്നു. ഈ ആക്രമണം നടന്ന് മണിക്കൂറുകൾക്കകം ഇറാന്റെ ഭാഗത്ത് നിന്ന് അതിശക്തമായ തിരിച്ചടിയുമുണ്ടായി. ബഹ്റൈൻ, കുവൈറ്റ്, ജോർദാൻ എന്നിവിടങ്ങളിലേക്ക് ഇറാൻ മിസൈലുകൾ തൊടുത്തുവിട്ടു. മേഖലയിലെ 21 അമേരിക്കൻ കേന്ദ്രങ്ങൾ ആക്രമിച്ചെന്നും അതിൽ 4 തകർത്തു എന്നുമാണ് ഇറാൻ പറയുന്നത്. യുദ്ധത്തിൽ കൊല്ലപ്പെട്ട തങ്ങളുടെ കമാൻഡർമാരുടെ ചിത്രങ്ങൾ പതിച്ച മിസൈലുകളാണ് അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ പ്രയോഗിച്ചതെന്ന് വ്യക്തമാക്കുന്ന വീഡിയോ ദൃശ്യങ്ങളും ഇറാൻ പുറത്തുവിട്ടു. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇരു രാജ്യങ്ങളും സൈനിക സംഘർഷത്തിലേക്ക് നീങ്ങിയതോടെ ആഗോള ഊർജ്ജ വിതരണത്തെയും സമുദ്ര വ്യാപാരത്തെയും ബാധിക്കുമെന്ന ആശങ്കയും ഇപ്പോൾ ശക്തമായി കഴിഞ്ഞു.